നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, ഈ ആധാരം നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നിന്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞോളൂ. അച്ഛന്റെ എല്ലാ കഷ്ടപ്പാടുകളും അമ്മയ്ക്ക് അറിയാലോ. ഈ സ്ഥലം ഈടുവെച്ച് ഒരു ലോൺ എടുക്കാനും അതുകൊണ്ട് അച്ഛനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനും അമ്മ അനുഗ്രഹിക്കണം. ആതിരയുടെ നിർബന്ധം കാരണം ഈ സ്ഥലം ഞാൻ പത്മയുടെ പേരിലാക്കിയിട്ടുണ്ട്. നിന്റെ സമ്മതം ആതിര ചോദിച്ചു കാണും. നിന്റെ സമ്മതത്തിന് ഒരു ലക്ഷണം കാണിച്ചതാ പത്മാവതി. നിനക്ക് സമ്മതമല്ല എന്നാണെങ്കിൽ അതും കാണിച്ചത്. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ സംശയം അല്ലേ? ആ സംശയം മാറ്റാനുള്ള പെരുമാറ്റമൊന്നും ഇതുവരെ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ലെന്നോ? എന്തിനാ ഏത് നേരത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? എന്താ നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള വിചാരം? അത് പറയാൻ തുടങ്ങിയ ഇപ്പോഴൊന്നും തീരില്ല പത്മിനി. അതെന്താ നിങ്ങൾക്കൊരു പുച്ഛം പോലെ? എന്റെ ചേച്ചി പോയതിനു ശേഷം ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെ ഭാര്യയായിട്ട് കൂടെ കഴിയല്ലേ ഞാൻ? ആണല്ലോ, അതുകൊണ്ടാണ് നിന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. എന്റെ അമ്മയുടെ മുമ്പിലെങ്കിലും ഒന്ന് വഴക്കിടാതെ. ശരി, വഴക്കിടുന്നില്ല. മോള് അമ്മയ്ക്ക് മുമ്പിൽ കൊളുത്തിയ ഈ വിളക്ക് കാറ്റത്ത് കെടാതെ കത്തുന്നെങ്കിൽ നിന്റെ അമ്മയ്ക്ക് സമ്മതം ഒന്ന് കരുതാം. അങ്ങനെ കത്തിയില്ലെങ്കിൽ അതപ്പോ പറയാം. എന്ത് പറയാന്ന്? ഞാനത് നിങ്ങളുടെ പേരിൽ തന്നെ തിരിച്ച് രജിസ്റ്റർ ചെയ്ത് തരണമെന്നാണോ? പിന്നെ തുടങ്ങല്ലേ രണ്ടാളും. കണ്ടില്ലേ, ആ വിളക്ക് ഇപ്പോഴും ആള് കത്തുന്നത് കണ്ടില്ലേ? ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഇനിയൊന്നും പേടിക്കാനില്ല. പത്മാവതി സമ്മതിച്ചു. ഇനി നിന്റെ സൂപ്പർ മാർക്കറ്റ് സ്വപ്നം സഫലമാകും ആതിരെ. എന്റെ ചേച്ചിയായത് എനിക്ക് തരണ്ടാന്ന് ചേച്ചി ഒരിക്കലും പറയില്ല. മോളെ, ഇത് ഇവിടെ വെച്ച് തന്നെ പ്രാർത്ഥനയോടെ പത്മിനിക്ക് കൊടുക്ക്. ആതിരെ, മോള് വാ. അച്ഛമ്മ കാര്യമായിട്ട് പറഞ്ഞാനെയാ സന്യാസിന് തന്ന ഏലസിന്റെ ശക്തിയാണതെന്നും തീർച്ച. അപ്പോഴത്തെ കൺഫ്യൂഷനിൽ ഒരു ദിവസത്തെ സമയവും ചോദിച്ചു. എന്താ ഇനി അച്ഛമ്മ ചോദിക്കുമ്പോൾ പറയാ? അച്ഛമ്മ തന്നെ കണ്ടുപിടിച്ചോളൂ എന്ന് പറയുന്നതാണോ, അതോ ആ വാട്ടർ ക്യാൻ കൊണ്ടുവരുന്ന കുട്ടി എന്റെ കണ്ടീഷന് തയ്യാറാണെന്ന് ചോദിക്കുന്നതാണോ നല്ലത്? ഇപ്പോഴും കൺഫ്യൂഷൻ മാറുന്നില്ല. കോളേജ് കാലം മുതലൊന്ന് പ്രേമിക്കാൻ തോന്നിയാൽ മതിയായിരുന്നു. എന്തുമാത്രം കുട്ടികൾ എൻ്റെ ഒരു നോട്ടത്തിനു വേണ്ടി കാത്തിരുന്നത്. അതിനും തോന്നിയില്ലേ മണ്ടന്? അമ്മ വിളിച്ചായിരുന്നോ? ആ ശിവദാസൻ നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയോ ശേഖര? എന്തെങ്കിലും വിവരം അറിഞ്ഞു? ഞാന് ഫോൺ ചെയ്തിരുന്നു 2-3 പ്രാവശ്യം, എടുത്തില്ല. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. നാട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഇന്ന് വൈകിട്ടോ മറ്റോ എത്തുമായിരിക്കും. അയാള് കുറച്ച് ടെൻഷനിലാണെന്ന് വർത്തമാനം കേട്ടപ്പോൾ തോന്നി. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ചില്ല.
വന്നാൽ ഉടനെ ചെന്ന് കാണണം. ഇത്തരം കാര്യങ്ങൾ കൈയോടെ ചെയ്യണം. വൈകും തോറും ഉത്സാഹം കുറയും. ഹരിമോനോട് ഞാൻ ചോദിച്ചു, ഈ അച്ചമ്മ ഒരു പെണ്ണിനെ നോക്കിക്കോട്ടെ എന്ന്. ഒരു ദിവസം കഴിഞ്ഞൊരു മറുപടി പറയാമെന്ന് അവൻ പറഞ്ഞു. അവൻ അത്രയും പറഞ്ഞ തന്നെ നല്ലൊരു സൂചനയാണ് അമ്മേ. അതാ ഞാൻ പറഞ്ഞത്, ഈ നല്ല സൂചന തണുക്കും മുമ്പ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ഹരിമോന്റെ സമ്മതം ഞാൻ വാങ്ങിത്തരാം. ദേ മണിയടിച്ചു. ആരെങ്കിലും അതൊന്ന് പോയി തുറന്നു നോക്ക്. ചിലപ്പോ അതൊരു നല്ല വാർത്തയാകും. അഭിലാഷേടനോ? വാ കയറി വാ. ആ അഭിലാഷേ, സുഖമാണോ? ഓ സുഖം. എന്താ ഈ ഗൾഫിലെ ജോലിയൊക്കെ? വിസ വന്നില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ട്. വൈകാതെ വരും. ഇരിക്കേ. ഓ വേണ്ട, ഞാൻ നിന്നോളാം. മുത്തശ്ശി സുഖാണോ? എന്താണ് മുത്തശ്ശിയുടെ മുഖത്തൊരു കത്തി വിഷത്തിന്റെ ക്രോധഭാവം? കത്തിയും കോടാലിയൊന്നും അല്ല. എന്റെ ചെറുമകനെ ആ വഷളൻ കല്യാണ ബ്രോക്കറിന്റെ അടുത്ത് കൊണ്ടുപോയതിന്റെ കലിപ്പ. കുറ്റം എന്റേതല്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ പേരമകൻ രാത്രി മുഴുവൻ ഫോൺ ചെയ്ത് ഉറങ്ങാൻ സമ്മതിക്കാതിരുന്നപ്പോ വേറെ വഴിയില്ലായിരുന്നു. വഴിയുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ. എന്ത്? നിന്നോട് രാത്രി മുഴുവൻ പറഞ്ഞത് എന്നോട് പകൽ മുഴുവൻ പറഞ്ഞു തരാൻ ഉപദേശിക്കണമായിരുന്നു. ശരി മുത്തശ്ശി, അടുത്ത തവണ അവൻ എന്റെ ഉറക്കം കെടുത്തുമ്പോ ഇത് തന്നെ പറഞ്ഞോളാം. പക്ഷെ അവൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്ന് വാദിച്ച അതിനുള്ള മറുപടി മുത്തശ്ശി തന്നെ പറഞ്ഞു കൊടുക്കണം. അത് ഞാൻ പറഞ്ഞോളാം. അതിനു മുമ്പ് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ റെഡിയാ മുത്തശ്ശി. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ പറഞ്ഞേനെ. ഓരോന്നിനും ഓരോ കാലമുണ്ടെന്ന് മണ്ടന്മാർ പോലും പറഞ്ഞിരിക്കുന്നു അഭിലാഷേ. ഹരിമോന് ഞാനൊരു കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട്. അയ്യോ, അഭിലാഷ് ഞെട്ടി അമ്മേ. ഞെട്ടിക്കോട്ടെ ശേഖര, അത് നല്ലതാ. ഞാൻ പറയുന്നത് അഭിലാഷ് കേൾക്കണം. ഞങ്ങള് നോക്കി വെച്ച പെണ്ണിനെ അവന് ഇഷ്ടപ്പെട്ടെന്ന് പറയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. ഓ ഭാഗ്യം. അമ്പിളിയമ്മാവനെ പിടിച്ച് കൈവെള്ളയിൽ തരണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ ഏറ്റു. നീ കളിയാക്കിയതാണല്ലേ? അയ്യോ, മുത്തശ്ശിയെ പോലെ ഒരാളെ ഞാൻ കളിയാക്കി. ദൈവം എന്നോട് പൊറുക്കില്ല. ഈ കാര്യം എനിക്ക് വിടും മുത്തശ്ശി. നിങ്ങൾ കുട്ടിയെ കണ്ടുവെക്ക്. ബാക്കി കാര്യം അഭിലാഷ് ഏറ്റ്. എന്നാ മതി. ഓ, നീ ഇവിടുന്ന് വാചി അടിക്കണോ? അല്ല, എല്ലാരും ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാനങ്ങനെ. അതിരിക്കട്ടെ, നീ എന്തിനോട് വരാൻ പറഞ്ഞേ? ഏ ഒന്ന് പുറത്തേക്ക് വാ. അമ്മയോട് പറയ്.